ഹായ് ഫ്രണ്ട്സ്, ഇത് നമിയാണ്. അപ്പോൾ ഈ ഒരു വ്ളോഗെന്ന് വെച്ചാൽ 2 ദിവസങ്ങളിൽ നടന്ന കുറച്ച് കാര്യങ്ങൾ, ഒരു കംപ്ലീറ്റ് ഡേ ഇൻ മൈ ലൈഫല്ല. അപ്പോൾ നമുക്ക് തുടങ്ങാം. ഇതാണ് രാവിലെ എണീറ്റ് നമ്മൾ കാണുന്ന കാഴ്ച. ഞാനൊരു ചെറിയൊരു ടൈം ലാപ്സൊക്കെ ആഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് ഒന്നിച്ചിരുന്നത് ആസ്വദിക്കാം. രാവിലെ ഞാൻ അത്യാവശ്യം നേരത്തെ ആട്ടോ എണീക്കുന്നത്. ഇപ്പോൾ ഞാൻ ഈ ഷട്ടർ തുറക്കുമ്പോൾ വെട്ടവും വിളിച്ചുകൊണ്ടെന്ന് വെച്ചാൽ ആ ഒരു സമയത്താണ് ഞാൻ ഷട്ടർ തുറന്നതെന്നുള്ളൂ. പക്ഷെ അതിനേക്ക് മുന്നേ ഞാൻ ഒരു 5 മണിയാകുമ്പോഴത്തേക്കും ഞാൻ എണീക്കാറുണ്ട്. അപ്പോൾ ആ ഒരു സമയത്ത് ഒരു നിശബ്ദതയും എൻ്റെ ഒരു മീ ടൈം ആ ഒരു സമയത്താണ് ഞാൻ എൻജോയ് ചെയ്യണത്. ഞാനൊരു ചെറിയൊരു കോഴ്സിന് ചേർന്നിട്ടുണ്ട്. അപ്പോൾ ഓൺലൈനാണ്. ഇപ്പോൾ ലോക്ക്ഡൗൺ ആയതുകൊണ്ട് ശരിക്കും പറഞ്ഞാൽ അധികം ഫോളോ ചെയ്യാൻ പറ്റുന്നില്ല. കാരണം സോഫിയൊക്കെ സ്കൂളില്ല, അപ്പോൾ അവൾ എൻ്റെ അടുത്തുണ്ട്. അപ്പോൾ ശരിക്കും അങ്ങനെ 100% ഫോക്കസ് ചെയ്യാനൊന്നും പറ്റുന്നില്ല, കവർ ചെയ്യാനും പറ്റുന്നില്ല. പക്ഷേ പറ്റുന്ന പോലെയൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പോൾ രാവിലത്തെ സമയത്താണ് അത് ചെയ്യാൻ പറ്റുന്നുള്ളൂ. എന്നെ അറിയുന്ന എല്ലാവർക്കും അറിയാം, ഞാൻ എവിടെയൊക്കെ ഉണ്ടോ അവിടെയൊക്കെ എൻ്റെ ഒരു ചായയും ഒരു കപ്പും ഒക്കെ അവിടെ ആ ഭാഗത്ത് ഉണ്ടാവുന്നു. അപ്പോൾ അത് തന്നെയാണ് എൻ്റെ ഒരു രാവിലത്തെ ആ ഒരു ഫേവററ്റ് സമയം എന്ന് വെച്ചാൽ ചായ കുടിക്കാമല്ലോ എന്നുള്ളൊരു സംഭവമുണ്ട്. പിന്നെ സോഫിയ എണീക്കുന്നതിന് മുന്നൊക്കെ തന്നെ ഞാൻ പറ്റുന്ന പോലെ കുക്കിങ്ങിലോട്ട് കിടക്കും. അപ്പോൾ ഇതിപ്പോൾ ഞാൻ ഒരു ബ്രസ്റ്റ് പീസ് എടുത്ത് സ്പ്ലിറ്റ് ചെയ്ത് അത് ഒന്ന് ഞാൻ സൂപ്പാക്കി. ഇപ്പോൾ നേരത്തെ കണ്ടത് ഇത് ചിക്കൻ കറിയാണ്. പിന്നെ ബ്രസ്റ്റ് പീസ് സ്പ്ലിറ്റ് ചെയ്തിട്ട് ഇപ്പോൾ പുകയുണ്ട് കേട്ടോ, സോറി, നിങ്ങൾക്ക് കാണാൻ പറ്റുമെന്ന് വിചാരിക്കുന്നു. ഞാൻ ഒരു ഭാഗം സൂപ്പാക്കി, മറ്റു ഭാഗം ഞാൻ ഗ്രില്ല് ചെയ്യാൻ വെച്ചിരിക്കുകയാണ്. നമുക്കൊരു ചെറിയൊരു ചിക്കൻ റാപ്പ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതാണ് ഇന്നത്തെ ലഞ്ച്. ഇത് കിച്ചണിൽ തന്നെ വ്യൂ ഞാൻ കാണിച്ചു തരികയാണ്. ഇത് ഞാൻ കുറച്ച് ദിവസം മുന്നേ എടുത്ത് വെച്ചതാണ് കേട്ടോ, ഈ അടുത്തെടുത്തൊന്നുമല്ല. ഇപ്പോൾ നമ്മളെ സീൻ ഇങ്ങനെയേ അല്ല, മഞ്ഞക്കുരുകി പോയി. പക്ഷെ എന്നാലും നല്ല രസമായിരുന്നു കാണാനായിട്ട്. ഇതിൻ്റെ മഞ്ഞിൻ്റെ ഒക്കെ ഒരു വ്ളോഗ് ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. നിങ്ങൾ കണ്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ ഞാനിവിടെ ഐക്കാർട്ടിലിടാം. നല്ല രസമാണ് കാണാനായിട്ട്. പിന്നെ ഞങ്ങൾ എന്തൊക്കെ ചെയ്തു എന്നുള്ളതും ഒക്കെ ഞാൻ കുറേയൊക്കെ ഇൻസ്റ്റാഗ്രാമിൽ ഷെയർ ചെയ്തിട്ടുണ്ട്. ഞങ്ങൾ ഫോളോ ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ ഇൻസ്റ്റാഗ്രാമിൽ ഫോളോ ചെയ്യാൻ മറക്കരുത്. ചിക്കൻ സൂപ്പ് ഇവിടെ റെഡിയാണ്. ഒരു ക്ലിയർ സൂപ്പാണ്. ഇങ്ങനെ കാണുമ്പോൾ നമുക്ക് തോന്നും ഒത്തിരി ബ്ലാങ്ക് ആണ് എന്ന്. പക്ഷേ നല്ല ഫ്ലേവേഴ്സ് അടങ്ങിയിട്ടുള്ളൊരു ഈസി ആയിട്ടുള്ളൊരു സൂപ്പാണ്. നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ റെസിപ്പി ഷെയർ ചെയ്യാം. ഇന്നത്തെ വ്ളോഗിൽ ഞാൻ റെസിപ്പി ആയിട്ട് ഷെയർ ചെയ്യാനുള്ള ഒരു പ്ലാനൊന്നും അല്ലാത്തതുകൊണ്ട് ഞാൻ ഡീറ്റെയിൽ ആയിട്ടതൊന്നും എടുത്തില്ല. അപ്പോൾ ഈ ചിക്കനാണ് നമ്മൾ നേരത്തെ ഗ്രില്ല് ചെയ്യാൻ വെച്ചത് അവനിൽ. ഇത് നമ്മൾ ഒരു റാപ്പ് ഉണ്ടാക്കാൻ പോകാം കേട്ടോ. അങ്ങനെ റാപ്പ് ഉണ്ടാക്കാനുള്ള നമ്മൾ ഇൻഗ്രീഡിയൻസ് എല്ലാം നമ്മുടെ ഇവിടെ സെറ്റപ്പ് ചെയ്തിട്ടുണ്ട്. പാസ്ലി, സവാള, തക്കാളി, പിന്നെ ഇവിടെ ഞാൻ കെച്ചപ്പും മയോണൈസും ഒക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്. പക്ഷേ ഞാനത് പിന്നീട് അത് യൂസ് ചെയ്തില്ല. പിന്നെ നമ്മൾ സ്റ്റാർ എന്ന് പറഞ്ഞ എൻ്റെ ഇൻഗ്രീഡിയൻറ്റ് ഇതാണ്, നമ്മുടെ സിറാച്ച സോസ്. സിറാച്ച എന്ന് തന്നെ പറയണമെന്ന് ഞാൻ ഊഹിക്കുന്നു. പിന്നെ നമ്മുടെ ഹുമൂസ്, ഇതാണ് ഞാൻ മെയിനായിട്ട് യൂസ് ചെയ്യുന്നത്. പിന്നെ ഇതാ നമ്മളുടെ നേരത്തെ നിങ്ങൾ കണ്ട ഗ്രിൽ ചിക്കൻ. ഇത് ഞാനൊരു അറബിക് മിക്സ് ഉണ്ട്, അത് യൂസ് ചെയ്തിട്ടാണ് ഞാൻ വേഗം തന്നെ ഉണ്ടാക്കിയത്. നല്ലതായിരുന്നു കേട്ടോ, ഞാൻ കാണിച്ചിടും. പക്ഷെ അതിവിടെ ഒരു ടർക്കി ഷോപ്പിൽ കിട്ടുന്നതാണ്. അപ്പോൾ എല്ലാവർക്കും അത് അവൈലബിൾ ആവണം എന്നില്ല. അപ്പോൾ നമ്മൾ ആദ്യം ചെയ്യണമെന്ന് വെച്ചാൽ ഞാൻ സ്പ്ലിറ്റ് ചെയ്യുന്നുണ്ട്. കുബൂസ് സ്പ്ലിറ്റ് ചെയ്തിട്ടുണ്ട്. കുബൂസ് എന്നാണോ ഖുബ്സ് എന്നാണോ എനിക്കറിയില്ല എൻ്റെ പേരെന്താണെന്ന്. പക്ഷേ നമ്മളെ ഫ്ലാറ്റ് ബ്രെഡ് എന്തായാലും നിങ്ങൾക്ക് എടുക്കാം. ഞങ്ങൾക്കിവിടെ ടർക്കി ഷോപ്പിൽ നിന്ന് അത്യാവശ്യം നല്ല കുബൂസ് കിട്ടുന്നുണ്ട്. അപ്പം ഞാനത് സ്പ്ലിറ്റ് ചെയ്തിട്ട് ഞാൻ ചെയ്യുന്നതെന്ന് വെച്ചാൽ നമ്മൾ അതിൻ്റെ ബേസായിട്ട് ഞാൻ ഹുമ്മൂസാണ് വെക്കുന്നത്. അതാകുമ്പോൾ നമുക്ക് മയോണൈസ് ഒന്നും ഇടണ്ട, ഇത്തിരി കൂടി ഹെൽത്തിയറാണ്. അങ്ങനെ ചെയ്യണമെന്നുണ്ടെങ്കിൽ ട്രൈ ചെയ്ത് നോക്കുക. സത്യം പറയാലോ, നമുക്ക് പിന്നെ വേറെ സോസ് ഇടേണ്ട ഒരു ആവശ്യം വരില്ല. ആ ഒരു ഡ്രൈനെസ് എന്തായാലും ഹുമൂസ് ഇട്ട് കഴിഞ്ഞാൽ ഉണ്ടാവില്ല. പിന്നെ ഞാനിവിടെ ബാക്ക്ഗ്രൗണ്ടിൽ മയോണൈസൊക്കെ ഇടാമെന്നൊക്കെ വിചാരിച്ചിട്ട് വെച്ചാണ്, പക്ഷേ അതിൻ്റെ ആവശ്യം വന്നില്ല. അങ്ങനെ കുറച്ച് പാസ്ലി ഇട്ടു, സവാള ഇട്ട്, പിന്നെ തക്കാളി. ഈ 3 സംഭവങ്ങളാണ് ഞാൻ ഇട്ടത്. അറിയാലോ, നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് ഇടാം. ഇടയ്ക്ക് ഞാൻ പച്ചമുളക് ഇടും. നല്ല ടേസ്റ്റാണ് കേട്ടോ, ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക നിങ്ങൾ. വേണമെന്നുണ്ടെങ്കിൽ ഈ ഒരു സമയത്ത് നിങ്ങൾക്ക് വേറെ കെച്ചപ്പോ എന്താണെന്ന് വെച്ചാൽ ഇടാം. ഞാൻ ഇട്ടില്ല, ഞാൻ പറഞ്ഞില്ല, അതിൻ്റെ ആവശ്യം എനിക്ക് തോന്നിയില്ല. പിന്നെ നമ്മളുടെ ഗ്രില്ല് ചെയ്ത ചിക്കനും ഇട്ട്.
ഇത് നന്നായിട്ടൊന്ന് റോൾ ചെയ്ത് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു ടോസ്റ്ററോ എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഒരു പാനിലാണെങ്കിൽ ഒന്ന് ജസ്റ്റ് ഒന്ന് ചൂടാക്കണമെങ്കിൽ ചൂടാക്കാം. പക്ഷേ എനിക്ക് അതിൻ്റെ ആവശ്യം തോന്നിയില്ല. പിന്നെ നമ്മൾ ഈ ഒരു സോസും ഞാൻ ഇട്ടിട്ടോ. അങ്ങനെ നമ്മുടെ ഹോട്ട് സോസ് ഞാൻ പറ്റുന്ന അത്രയും ഞാൻ ഇട്ടു. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. നല്ലൊരു സോസായിട്ട് എനിക്കിപ്പോഴും തോന്നിയിട്ടുണ്ട്. ഇത് എന്തൊരു ഭക്ഷണത്തിലും നമുക്ക് എന്തെങ്കിലുമൊക്കെ ഒരു കുറവ് തോന്നിയാൽ ഇത് കുറച്ചൊന്നും ഇട്ടാൽ പിന്നെ കുഴപ്പമില്ലാണ്ടൊരു ഫീലാണ്. പിന്നെ പറ്റുന്നത്രയും പാസിങ് ഞാൻ ഇടുന്നുണ്ട്. കാരണം ഞാൻ പറഞ്ഞല്ലോ അയണിന് വേണ്ടിയിട്ടാണ് ഞാനത് ചെയ്യുന്നത്. ഇപ്പോൾ നമ്മുടെ റാപ്പ് റെഡിയാണ്. ജസ്റ്റ് റോൾ ചെയ്യുക. വേണമെന്നുണ്ടെങ്കിൽ ഞങ്ങൾക്കൊന്ന് ചൂടാക്കാം. ഞാൻ ചൂടാക്കാമെന്നൊക്കെ വിചാരിച്ചു, പക്ഷേ അപ്പോഴത്തേക്കും വിശപ്പ് വന്നു. അപ്പോൾ ഞാൻ വേഗം തന്നെ കഴിച്ചു. ആൻഡ് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. ഞാൻ ആദ്യം തന്നെ ഒരു ബൈറ്റ് കഴിച്ചെന്തിനാണെന്നറിയോ, ഇനി വല്ല മയോണൈസൊക്കെ ഇടേണ്ടി വരുമോ, ഡ്രൈ ആണോ എന്നറിയാൻ വേണ്ടിയിട്ട്. പക്ഷേ അങ്ങനത്തെ ഒരു ഫീലും ഉണ്ടായിരുന്നില്ല. ആ ഹുമ്മൂസ് തന്നെ ധാരാളമായിരുന്നു. അങ്ങനെ നമ്മൾ സൂപ്പും റെഡിയായി, നമ്മളുടെ ഗ്രിൽ ചിക്കനും റെഡിയായി. നമ്മൾ റാപ്പ് ചെയ്ത് കഴിച്ച് കഴിഞ്ഞു. അപ്പോഴത്തേക്കും നമ്മളുടെ ചിക്കൻ കറിയും ഇവിടെ റെഡിയായിരുന്നു. ഇത് ഡിന്നറിന് വേണ്ടിയിട്ടാണ്. ഇനി നമുക്കിതിൽ കുറച്ച് തേങ്ങാപ്പാലും മല്ലിയിലയും ഒക്കെ ഇടാൻ മാത്രമേ ഉള്ളൂ. ദെൻ അതും കൂടി കഴിഞ്ഞു. അങ്ങനെ നമ്മൾ ചിക്കൻ കറി ഇവിടെ ഓൾമോസ്റ്റ് റെഡിയാണ്. ഇനി ആകെ നമുക്ക് ചെയ്യാനുള്ള കുറച്ച് മല്ലിയില ഇടുക എന്നുള്ളതാണ്. അപ്പോൾ ഈ മല്ലിയില ഈയിടെയായിട്ട് ഞാൻ ഫ്രീസറിലാണ് ഞാൻ വെക്കാറ്. പണ്ട് ഞാൻ ട്രൈ ചെയ്തിരുന്നു, പക്ഷേ എനിക്ക് ശരിയായില്ല. അപ്പോൾ എൻ്റെ ഫ്രണ്ട് സിമിത്തയാണ് എന്നോട് പറഞ്ഞത്, നിമി ഫ്രീസറിൽ വെച്ച് അപ്പം തന്നെ കറിയിലേക്ക് ഇട്ടാൽ മല്ലിയിലയുടെ ആ ഒരു ഫ്ലേവറോ ഒന്നിനൊരു കുറവുണ്ടാവില്ല. പണ്ട് ഞാൻ ചെയ്തിരുന്നതെന്ന് വെച്ചാൽ മല്ലിയില ഫ്രീസറിൽ വെച്ച് ട്രൈ ചെയ്തപ്പോൾ അത് ഞാൻ കുറച്ച് അതിൻ്റെ ഐസൊക്കെ പോയിട്ടാണ് ഞാൻ കറിയിലിടാൻ നോക്കിയിരുന്നത്. പക്ഷേ അപ്പോഴത്തേക്കും അത് കറുത്ത് ആകെ സോഗിയായി ഒരു ടേസ്റ്റ് ഉണ്ടായിരുന്നില്ല. പക്ഷേ ഇങ്ങനെ ചെയ്യുമ്പോൾ ഒരു കുഴപ്പമില്ലാണ്ട് വരുന്നുണ്ട്. ലഞ്ചൊക്കെ കഴിഞ്ഞു. ഇനി സോഫിയനായിട്ടുള്ള കുറച്ച് കളിയും പരിപാടികളൊക്കെയാണ്. അപ്പോൾ ഈ ഇടയിട്ട് ഞാൻ എൻ്റെ ഉമ്മ തന്നൊരു ടീ ഉണ്ട്, കുറേ ഫ്ലവേഴ്സിൻ്റെയും ഒക്കെ നല്ല ടീ ആണ്. നമ്മൾ മറ്റ് ചായയിൽ നിന്ന് കുറച്ചൊക്കെ നമുക്കൊന്ന് കുറയ്ക്കണം എന്നുണ്ടെങ്കിൽ നല്ലൊരു ഓപ്ഷനാണ്. ഞാൻ അത് കാണിച്ചു തരാം കേട്ടോ ഒരു ദിവസം. നല്ല കാണാൻ നല്ല ഭംഗി, നല്ല മണമാണ്. ആ ഒരു ടീ എന്ന് വെച്ചാൽ നല്ല ഒരു ഹെൽത്ത് ബെനിഫിറ്റ്സ് ഒക്കെ ഉണ്ടെന്നാണ് പറയുന്നത്. പക്ഷേ എന്തായാലും കുടിക്കാൻ നല്ല ടേസ്റ്റാണ്. കുറേ പൂക്കളും കാണാനും ഭംഗിയാണ്. അങ്ങനെ ഫ്രണ്ട്സ്, ഇത് പിറ്റത്തെ കാഴ്ചകളാണ്. അപ്പോൾ ഇന്നലത്തെ കുറച്ച് മഞ്ഞിൻ്റെ സീനൊക്കെ ഞാൻ കാണിച്ചല്ലോ. അപ്പോൾ മഞ്ഞൊക്കെ ഇങ്ങനെ ഉരുകി തുടങ്ങുകയാണ്. ടെമ്പറേച്ചറൊക്കെ ബെറ്ററായി വരുന്ന ഒരു സമയം. അപ്പോൾ ഇത് രാവിലെ എൻ്റെ ചായയുടെ ഒരു സീനാണ് കാണുന്നത് നിങ്ങൾ. കാരണം എന്തൊക്കെ വന്നാലും നമ്മളുടെ ഈ ഒരു പാൽച്ചായ കഴിഞ്ഞിട്ട് ഇനി എന്തുള്ളൂ നമുക്ക്, എത്ര നമ്മൾ വേറെ ചായ ട്രൈ ചെയ്താലും. അപ്പോൾ ഇന്ന് എന്തായാലും ഞാൻ വിചാരിച്ചു ഇനി സോഫിയനായിട്ട് ഒന്ന് പുറത്ത് കളിക്കണം. അവൾക്ക് മഞ്ഞ് നമ്മുടെ ബാൽക്കണിയിൽ തന്നെ നമുക്ക് ഒന്ന് കുറച്ച് കളിക്കാം എന്ന് വിചാരിച്ചു. അങ്ങനെ കളിച്ച് ഞാനും കൂടിയിട്ട് അവളേറ്റും അത്യാവശ്യം നല്ല വീഡിയോസും ഒക്കെ എടുത്തു. വീഡിയോസ് കുറച്ചൊക്കെ ഞാൻ ഇതിനു മുന്നേ ഒരെണ്ണം ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു, ഒരു ഷോർട്ട് വീഡിയോ എന്നും പറഞ്ഞിട്ട്. അതുപോലെ തന്നെ ഒരു സ്ലോ മോഷൻ വീഡിയോ ഒക്കെ. അതുപോലെ തന്നെ ഒരു വീഡിയോ ഞാൻ സോഫിയനായിട്ട് ചെയ്തിട്ടുണ്ട്. നിങ്ങൾ കണ്ടു നോക്ക്. അങ്ങനെ ഫ്രണ്ട്സ്, നമ്മളുടെ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. സോ നിങ്ങൾക്ക് ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ താല്പര്യമുണ്ടെന്നുണ്ടെങ്കിൽ പ്ലീസ് ചെയ്യുക. നമുക്കൊരു സപ്പോർട്ടാണ്. അപ്പോൾ ആ ഒരു റൗണ്ടായിട്ടുള്ളൊരു ഐക്കൺ ക്ലിക്ക് ചെയ്യുക. ഇനി അഥവാ വേറൊരു വീഡിയോ ഒന്ന് കണ്ട് നോക്കണം എന്നുണ്ടെങ്കിൽ ഒരു സജഷൻ ഇവിടെ ഉണ്ടല്ലോ, നിങ്ങളൊന്ന് ക്ലിക്ക് ചെയ്ത് നോക്കും. സോ സീ സൂൺ, ബൈ.